അദാനിക്കെതിരെ സ്വിറ്റ്സർലാൻഡിൽ അന്വേഷണം നടക്കുന്നു എന്ന് ഹിൻഡൻബർഗ്. വിവിധ ബാങ്കുകളിലുള്ള അദാനിയുടെ $310 മില്യൺ മരവിപ്പിച്ചു. 2021 മുതൽ കള്ളപ്പണ ഇടപാടിനും മറ്റും അന്വേഷണം നേരിടുന്നു എന്ന ഹിൻഡൻബർഗ് ആരോപണം അദാനി നിഷേധിച്ചിരിക്കുന്നു. പി ബസന്ത് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബസന്ത്, ഹിൻഡൻബർഗ് മുന്നോട്ട് വെച്ചിരിക്കുന്ന വിവരങ്ങൾ അത് എന്തൊക്കെയാണ്? അദാനിയുടെ വിഷയത്തിലെ നിലപാട്? അദാനി ഗ്രൂപ്പിനെതിരെ സ്വിറ്റ്സർലാൻഡിലും 2021 മുതൽ അന്വേഷണം നേരിട്ടു എന്നാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6 അക്കൗണ്ടുകളിലുള്ള ഏകദേശം $310 മില്യൺ ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. കള്ളപ്പണം ഇടപാടിനും വ്യാജ ഓഹരി കച്ചവടത്തിനും ഇടപാടിനുമാണ് ഇവ ഉപയോഗിച്ചത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും അദാനി ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ നേരത്തെ സ്വിറ്റ്സർലാൻഡ് അടക്കം വിവിധ രാജ്യങ്ങളിൽ അദാനിക്കെതിരെ അന്വേഷണം നടക്കുന്നു എന്നുള്ള വിവരമാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത്. ഇത് ഓഹരി കമ്പോളത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു നേരത്തെ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ആരോപണം സ്വിറ്റ്സർലാൻഡിൽ അന്വേഷണം നേരിടുന്നു എന്നുള്ളതും $310 മില്യൺ മരവിപ്പിച്ചു എന്നുള്ളതും ഒരുപക്ഷെ ഓഹരിയെ ഇത്തവണയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്.